എന്നുള്ളത് തന്നെയാണ്. ഏതൊരു ടീമിന്റെയും പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിന് പ്രധാനമായും ആവശ്യമായിട്ടുള്ളത് കണ്ടിന്യൂസ് ആയിട്ടുള്ള എഡ്യൂക്കേഷനാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ് മനുഷ്യൻ. ആ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഓരോരുത്തരും സെലക്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ജീവിക്കാൻ മനുഷ്യന് സാധിക്കും. ഏത് സാഹചര്യങ്ങളിലാണോ അവൻ ജീവിക്കുന്നത് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി മനുഷ്യനുണ്ട്. നാം കേരളത്തിൽ ജീവിച്ച് വളർന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ മലയാളമാണ് സംസാരിക്കുന്നത്. നമ്മുടെ കൾച്ചർ അതിനനുസരിച്ച് രൂപപ്പെട്ടിട്ടുണ്ട്. തമിഴ്നാട്ടിലാണ് നമ്മൾ വളർന്നു വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും തമിഴായിരിക്കും നമ്മുടെ മാതൃഭാഷ, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത്, അവിടുത്തെ കൾച്ചർ ആയിരിക്കും നമ്മൾ സ്വീകരിക്കുന്നത്. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ സാഹചര്യങ്ങളാണ് മനുഷ്യനെ രൂപപ്പെടുത്തുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അപ്പൊ ആ സാഹചര്യങ്ങളെ തെരഞ്ഞെടുക്കേണ്ടത് തനിക്ക് അനുകൂലമാകുന്ന, വളർച്ചയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം രൂപപ്പെടുത്തി എടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ആ സാഹചര്യമാണ് നമ്മളെ സൃഷ്ടിക്കുന്നത്. എന്നാൽ ആക്ച്വലി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ MI ലൈഫ് സ്റ്റൈൽ എന്നുള്ള പ്ലാറ്റ്ഫോമിൽ നമ്മൾ വരുമ്പോൾ നമുക്ക് അനുകൂലമായിട്ടുള്ള, വളരാൻ അനുകൂലമായിട്ടുള്ള ധാരാളം സാഹചര്യങ്ങൾ നമുക്കിന്നുണ്ട്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം, ഓരോ ടീമിനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായിട്ടുള്ള ലക്ഷ്യബോധത്തോടു കൂടിയാണ് ഓരോ ദിവസവും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇന്ന് കമ്പനിയുടെ ക്ലോസിംഗ് ഡേ ആണ്. വീക്കിലി ക്ലോസിംഗ് ഫ്രൈഡേ ആണ് നടക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. ഇന്ന് അൽതാഫ് സാറിന്റെ വോയിസിൽ വന്നതുപോലെ ഓരോരുത്തരും വ്യക്തമായ ലക്ഷ്യബോധത്തോടു കൂടി ആയിരിക്കണം ഒരു ക്ലോസിങ്ങിനെ സമീപിക്കേണ്ടത്. നമുക്ക് എത്ര ബിസിനസ് വോള്യം ഒരാഴ്ചയിൽ ക്രിയേറ്റ് ചെയ്തെടുക്കണം എന്ന് വ്യക്തമായ ധാരണ ഓരോ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഉണ്ടായിരിക്കണം. അത് ഈ വെള്ളിയാഴ്ചയിൽ പൂർത്തീകരിക്കപ്പെടാൻ സാധിക്കുന്നുണ്ടോ? നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ബിസിനസ് വോള്യം ക്രിയേറ്റ് ചെയ്യാൻ ഓരോ വീക്കിലും സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നാം ക്വസ്റ്റ്യൻ ചെയ്യണം. അതിനെക്കുറിച്ച് അനാലിസിസ് ചെയ്യണം. ഒരു ലക്ഷ്യവുമില്ലാതെ, ഒരു ടാർഗറ്റും ഇല്ലാതെ വെറുതെ ദിവസം കളയുന്നത് കൊണ്ട്, സമയം കളയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് വലിയൊരു വിജയം നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി സാധിക്കുകയില്ല. അപ്പോ ഇന്നത്തെ നമ്മുടെ ദിവസം എന്ന് പറയുന്നതിന് അത്രയും പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ സംസാരിച്ച് സമയം കളയുന്നതിന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്കറിയാം, അറിഞ്ഞോ അറിയാതെയോ ഒരുപക്ഷെ ഈ ഓർഗനൈസേഷനുമായി കണക്ട് ആയിട്ടുള്ള ആളുകളാണ് ഞാനും നിങ്ങളുമെല്ലാം. ഓരോ വ്യക്തിയും ഇതിലേക്ക് കണക്ട് ചെയ്യപ്പെടുന്നത് ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല. ഏതോ ഒരു സാഹചര്യത്തിൽ, ഏതോ ഒരു വ്യക്തി മൂലം നാം ഈ ഓർഗനൈസേഷനുമായി കണക്ട് ആകുന്നു. പിന്നീടാണ് നമുക്ക് മനസ്സിലാകുന്നത് അതൊരു ദൈവാനുഗ്രഹമായിരുന്നു, അത് വലിയ ഒരു അനുഗ്രഹമായിരുന്നു, നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമായിരുന്നു എന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കുന്നത്, നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മുടെ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങളല്ല ഓരോ ഘട്ടം കഴിയുമ്പോഴും നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. വ്യത്യസ്തമായ ഘട്ടങ്ങളിലൂടെയാണ് ഈ ബിസിനസ്സിൽ ഒരാൾ വളർച്ച നേടിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം നമ്മളൊരു കസ്റ്റമർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടോ നാം കടന്നു വരുന്നു. അവിടെ പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷന്റെയോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും നമ്മളോട് കണ്ടീഷൻസ് ഒന്നും പറയുന്നില്ല. 18 വയസ്സ് തികഞ്ഞിട്ടുള്ള ആർക്കും ഈ ബിസിനസ്സുമായി കണക്ട് ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ല.
പക്ഷേ ഇവിടുന്ന് അങ്ങോട്ടുള്ള നമ്മുടെ വളർച്ച എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, വലിയ ഒരു വളർച്ചയുടെ ഘട്ടം തുടങ്ങുന്നത് ഒരാൾ ഒരു തീരുമാനമെടുക്കുന്നതോടു കൂടിയാണ്. ഈ അവസരത്തിലൂടെ എനിക്ക് വിജയിക്കണമെന്ന് ഒരാൾ തീരുമാനമെടുക്കുന്ന സമയം മുതലാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ വളർച്ചയുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഒരു സ്ട്രോങ് ഡിസിഷൻ എപ്പോഴാണ് ഒരാൾ എടുക്കുന്നത്, ആ നിമിഷം മുതൽ അദ്ദേഹം പാലിക്കേണ്ടതായിട്ടുള്ള, ചെയ്യേണ്ടതായിട്ടുള്ള, തിരഞ്ഞെടുക്കേണ്ടതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പഠനവുമായി മുന്നോട്ട് പോവുക, ലേണിംഗ് സിസ്റ്റവുമായി കണക്റ്റ് ആവുക എന്നുള്ളത്. ഇതിൽ വിജയിക്കണമെന്ന് തീരുമാനമെടുത്തിട്ടുള്ള ഏതൊരു വ്യക്തിക്കും നിർബന്ധമാണ്. അതിൽ യാതൊരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല. എന്താണ് അതിന് കാരണം? എന്തിനാണ് ഈ ബിസിനസ് ചെയ്യുന്നതിന് നമ്മളൊരു സിസ്റ്റവുമായിട്ട് കണക്റ്റ് ആകുന്നത്, ഒരു ലേണിംഗ് സിസ്റ്റവുമായിട്ട് എന്തിനാണ് കണക്റ്റ് ആകുന്നത് എന്ന് ചോദിച്ചാൽ, വ്യത്യസ്തമായ മനുഷ്യൻ വ്യത്യസ്തങ്ങളായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ അവന്റെ വ്യക്തിത്വം രൂപപ്പെടുത്തി വന്നിട്ടുണ്ടാകും. ഓരോ സാഹചര്യങ്ങളാണ് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ, എവിടെയാണോ നമ്മൾ ജനിച്ചു വളരുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഒരു കൾച്ചർ നമ്മൾ രൂപപ്പെടുത്തിയിട്ടുണ്ടാകും. പക്ഷേ ഒരു ബിസിനസ് ഓണർ എന്നുള്ള നിലയിൽ, ഒരു സക്സസ്ഫുൾ എന്റർപ്രണർ എന്നുള്ള നിലയിൽ, ഒരു വിജയി എന്നുള്ള നിലയിൽ, ഒരു റെസിജ്വൽ ഇൻകം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യുന്ന, ഒരു ഫ്ലോ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ വളരണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം കടന്നു പോകേണ്ടുന്ന ഒരു സാഹചര്യം വ്യത്യസ്തമാണ്. അദ്ദേഹത്തിന്റെ വളർച്ചയെ സ്വാധീനിക്കുന്ന ഘടകം വ്യത്യസ്തമാണ്. സാധാരണഗതിയിലുള്ള ഒരു ടീച്ചർക്ക് കിട്ടുന്ന ട്രെയിനിങ് പോരാ ഒരു ലോയർക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഒരു ലോയർക്ക് കിട്ടേണ്ടുന്ന, ഒരു അഡ്വക്കേറ്റിന് കിട്ടേണ്ടുന്ന ട്രെയിനിങ് അല്ല ഒരു MBBS ഡോക്ടർക്ക് കിട്ടേണ്ടത്. ഒരു കൂലിപ്പണിക്കാരന് കിട്ടുന്ന അറിവല്ല ഒരു എഞ്ചിനീയർക്ക് ആവശ്യം. അതേപോലെ തന്നെ ഇവിടെ ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്ത് വലിയ രീതിയിലുള്ള പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കി വ്യത്യസ്തമായ ഏരിയകളിൽ ആളുകളെ ബിൽഡ് ചെയ്ത് ഒരു ഡ്രീം ടീമിനെ പടുത്തുയർത്തണമെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങളും ട്രെയിനിങ്ങും അത്യാവശ്യമാണ്. നമ്മൾ ലക്ഷ്യത്തെക്കുറിച്ചോ ഡ്രീമിനെ കുറിച്ചോ ഒരുപക്ഷെ ഒരിക്കലും ചിന്തിക്കാത്ത ആളുകൾ ഈ ബിസിനസ്സുമായി കണക്ട് ചെയ്യുമ്പോഴാണ് പറയുന്നത്, നിങ്ങൾ വലിയ രീതിയിലുള്ള സ്വപ്നങ്ങൾ കാണണം, നിങ്ങൾ വലിയ രീതിയിൽ ചിന്തിക്കുന്നവരാകണം, നിങ്ങൾ ആളുകളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അവരെ വളർത്തിയെടുക്കുന്ന ആളുകളായിട്ട് മാറണം, സ്വയം വളരണം എന്ന് പലപ്പോഴും നമ്മൾ കേൾക്കുന്നത് ഈ ബിസിനസ് അവസരവുമായി കണക്ട് ചെയ്തതിന് ശേഷമായിരിക്കും. നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഏതൊരു ബിസിനസ്സും, ഏത് തരത്തിലുള്ള ബിസിനസ്സുകളായാലും ആ വ്യക്തിയുടെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. ആ വ്യക്തിക്ക് എത്രത്തോളം വളർച്ചയുണ്ടോ അത്രത്തോളമേ ആ വ്യക്തിയുടെ ബിസിനസ്സും വളരുകയുള്ളൂ. അപ്പൊ ആദ്യം വളർത്തിയെടുക്കേണ്ടത് നമ്മുടെ പേഴ്സണാലിറ്റിയാണ്, നമ്മുടെ വ്യക്തിത്വമാണ്. നാം എത്രത്തോളം വളരുന്നുവോ അത്രത്തോളം തന്നെയാണ് ബിസിനസ്സും വളരുന്നത്. നമ്മുടെ ആറ്റിറ്റ്യൂഡിന്റെ വലുപ്പം എത്രത്തോളം ഉണ്ടോ, നമ്മുടെ പേഴ്സ്പെക്റ്റീവിന്റെ വലുപ്പം എത്രത്തോളം ഉണ്ടോ അത്രത്തോളമാണ് നമ്മുടെ വളർച്ച വരുന്നത്. യഥാർത്ഥത്തിൽ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ബിസിനസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ എക്സ്റ്റൻഷനാണ്. അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ ഒരാളുടെ വ്യക്തിത്വത്തിന്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുമ്പോൾ, ഒരാളുടെ വ്യക്തിത്വത്തിന്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ, അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡിന് കണക്റ്റായി കിടക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ടീം, അദ്ദേഹത്തിന്റെ പ്രൊഡക്ടിവിറ്റി, അദ്ദേഹത്തിന്റെ ഇൻകം, അദ്ദേഹത്തിന്റെ എല്ലാവിധ കാര്യങ്ങളും അദ്ദേഹം എത്രത്തോളം ഗ്രോ ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ച് മാത്രമേ നമുക്ക് അളക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് എത്രത്തോളം വളരാൻ ഓരോ ദിവസവും സാധിക്കുന്നുണ്ട്.
ഏത് രീതിയിലാണ് നമ്മളെ വളർച്ച ത്വരിതപ്പെടുത്താൻ നമുക്ക് സാധിക്കുക? സക്സസ് എന്നുള്ള ആ വാക്കിന് അനുസൃതമായിട്ട് നമുക്ക് വളരാൻ സാധിക്കുന്നുണ്ടോ? സക്സസിലും നമുക്ക് പഠിക്കാനുണ്ട്. ഒരു TC ആകുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒരു ATC ആകുമ്പോൾ നമുക്ക് അതിലേറെ പഠിക്കാനുണ്ട്. സക്സസ് ആണ് യഥാർത്ഥത്തിൽ കൂടുതൽ നമുക്ക് പഠിപ്പിക്കാനുള്ള സാഹചര്യം, പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നത്. ഒരു STC ആകുമ്പോൾ മനോഭാവം പോരാ, ധാരാളം കാര്യങ്ങൾ അദ്ദേഹം പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. സക്സസ് ആണ് യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്നത്. ഫെയിലിയറും നമ്മളെ പഠിപ്പിക്കും. പക്ഷെ അതിലേറെ പഠിക്കേണ്ടത് നമ്മൾ വിജയിക്കുമ്പോഴാണ്. ഒരു STCയുടെ മനോഭാവമല്ല ഒരു RTCക്ക് ഉണ്ടായിരിക്കേണ്ടത്. RTCയുടെ വളർച്ചയല്ല ഒരു NTCക്ക് ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു മനുഷ്യന് പതുക്കെ 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 വളർച്ചയുടെ ഘട്ടങ്ങളിലേക്ക് എത്താൻ സാധിക്കും. അദ്ദേഹത്തിന്റെ വളർച്ചയ്ക്കനുസരിച്ച് അദ്ദേഹത്തിന്റെ ബിസിനസ് വളരുന്നുണ്ടാകും, അദ്ദേഹത്തിന്റെ ഇൻകം വളരുന്നുണ്ടാകും. അദ്ദേഹം ഒരു വലിയ എന്റർപ്രണറായിട്ട് ഒരു പാസീവ് ഇൻകം, ഒരു റെസിജ്വൽ ഇൻകം ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളായിട്ട് മാറുന്നുണ്ടാകും. അതിന് ലേണിംഗ് സിസ്റ്റവുമായിട്ട് കണക്റ്റ് ആവുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഒരാളൊരു തീരുമാനമെടുക്കുന്ന നിമിഷം മുതൽ അദ്ദേഹം പ്ലഗ് ചെയ്യപ്പെടേണ്ടത് ലേണിംഗ് സിസ്റ്റവുമായിട്ടാണ്. കാരണം ഒത്തിരി കാര്യങ്ങൾ നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ പഠിച്ചു മനസ്സിലാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. കാര്യം, ഒരാള് ആദ്യമായിട്ട് ലേണിംഗ് സിസ്റ്റവുമായിട്ട് കണക്റ്റ് ആകുമ്പോൾ പഠിച്ചെടുക്കാനുള്ളത് അദ്ദേഹത്തിന്റെ പ്രസന്റേഷൻ സ്കില്ലാണ്. പ്രസന്റേഷൻ സ്കില്ല് നമ്മൾ പഠിച്ചെടുക്കണം. കാര്യം, ബിസിനസ്സിന് ഒരു പ്ലാൻ ഉണ്ട്, ഒരു കോമ്പൻസേഷൻ പ്ലാൻ ഉണ്ട്. ബിസിനസ്സിന് ധാരാളം പ്രോഡക്റ്റുകളുണ്ട്. ഈ പ്രോഡക്റ്റുകളെ പ്രസന്റ് ചെയ്യുന്നതിനും പ്രോഡക്റ്റുകളെ കുറിച്ചുള്ള അറിവ് സമ്പാദിക്കുന്നതിനും അദ്ദേഹം ശ്രമിച്ചേ പറ്റൂ. അതിന് ഓരോ ദിവസവും അതിന് സമയം കണ്ടെത്തിയേ പറ്റൂ. ബിസിനസിന്റെ കോമ്പൻസേഷൻ പ്ലാൻ അത് പഠിച്ചെടുത്തേ മതിയാകൂ. ഒരുപക്ഷെ തുടക്കത്തിലൊക്കെ ലീഡേഴ്സ് നിങ്ങളെ സഹായിക്കുന്നുണ്ടാകും. പക്ഷേ ആ ലീഡേഴ്സിന്റെ കൂടെ ഇരുന്നു കൊണ്ട് തന്നെ പ്രസന്റേഷൻ പഠിച്ചെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. വളരെ വ്യക്തമായിട്ടുള്ള പ്രസന്റേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ പഠിച്ചെടുക്കേണ്ടുന്ന മറ്റൊരു സ്കില്ലാണ് ഫോളോ അപ്പും ക്ലോസിങ്ങും. നമ്മളൊരു പ്രസന്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ ആ പ്രസന്റേഷൻ ചെയ്തതിന്റെ റിസൾട്ട് നമുക്ക് ലഭിക്കുന്നത് നമ്മൾ അടുത്ത ദിവസമോ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസമോ അടുത്ത മണിക്കൂറിലോ തൊട്ടടുത്ത മണിക്കൂറിലോ നമ്മൾ ചെയ്യുന്ന ഫോളോ അപ്പിലൂടെയാണ്. ഫോളോ അപ്പ് ചെയ്യുന്ന സമയത്ത് ക്ലോസിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ക്ലോസ് ചെയ്ത് എൻകാഷ് ചെയ്യാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും മാസ്റ്റർ ഓഫ് സെറിമണി ആകുന്നതിനും സ്റ്റേജ് പെർഫോമൻസും നാം അറിഞ്ഞിരിക്കണം. നമുക്കത് ചെയ്യാനുള്ള ടാലന്റ്, കഴിവ് അല്ലെങ്കിൽ സ്കില്ല് നമ്മൾ നേടിയെടുക്കണം. ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിലും വ്യത്യസ്തമായ വളർച്ചകളിലൂടെയാണ് ഒരു മനുഷ്യൻ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ ആലോചിച്ചാൽ ഒരു മനുഷ്യന്റെ ചിന്താഗതി എങ്ങനെയാണ് രൂപപ്പെടുന്നത്? വ്യത്യസ്തമായ രീതികളിലാണ്. അതൊരു പക്ഷേ ബിസിനസ്സിന് ആസ്പദമായിട്ടുള്ള ഒരു ചിന്താഗതി ആയിരിക്കണമെന്നില്ല ഒരാൾക്ക് രൂപപ്പെട്ടു വരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഓരോരുത്തർക്കും വ്യത്യസ്തമായ രീതികളിലായിരിക്കും അവരുടെ ബ്രെയിനിൽ ഓരോ കാര്യങ്ങളും ഇംപ്രിന്റ് ചെയ്യപ്പെടുന്നത്. അതെല്ലാവർക്കും ഒരുപോലെ ആകണമെന്ന് നിർബന്ധമില്ല. നമ്മളിപ്പോ ഒരു നായയെ കാണുകയാണ്, ഞാനൊരു നായയെ കാണുകയാണ്. ആ നായയെ ഞാൻ എൻ്റെ ബ്രെയിനിൽ എങ്ങനെയാണ് ഇംപ്രിന്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ആ നായയുടെ ഫിസിയോളജി, അതിന്റെ രൂപം, ഞാൻ അതിന്റെ രൂപവും അതിന്റെ ഭാവവും അതിന്റെ ശബ്ദവും അത് കേൾക്കുന്ന സമയത്ത്, നായയുടെ സൗണ്ട് കേൾക്കുന്ന സമയത്ത്, കുര കേൾക്കുന്ന സമയത്ത് ഞാൻ ആ നായയുടെ പിക്ചർ എൻ്റെ മൈൻഡിൽ ഇംപ്രിന്റ് ചെയ്യുകയാണ്. അതിന്റെ കൂടെ ഒരു ഇമോഷന് കൂടി ഞാൻ ഇംപ്രിന്റ് ചെയ്യുന്നുണ്ട്.
എന്താണ്? ഒരു പക്ഷേ ഭയമായിരിക്കും, പേടിയായിരിക്കും. നായ കടിക്കുമോ എന്നുള്ള പേടി. അപ്പൊ നായയെ കുറിച്ച് ഞാൻ എൻ്റെ മൈൻഡിൽ ഇംപ്രിന്റ് ചെയ്യുന്ന ഒരു നിമിഷമുണ്ട്. അത് ആദ്യമായിട്ട് നായ എന്നോട് എങ്ങനെയാണ് പെരുമാറുന്നത്, ഞാൻ കണ്ട സമയത്ത് നായ എങ്ങനെയാണ് പെരുമാറുന്നത്, ആ പെരുമാറ്റവുമായിട്ടാണ് ഞാൻ എൻ്റെ ബ്രെയിനിൽ ആ നായയുടെ പിക്ചറും ആ സൗണ്ടും ഞാൻ ഇംപ്രിന്റ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ എവിടെ നിന്ന് നായയുടെ കുര കേട്ടാലും ആ കുര കേൾക്കുന്ന സമയത്ത് നായയുടെ പിക്ചർ എൻ്റെ മൈൻഡിൽ വരുന്നുണ്ടാകും, ഒരു ഇമേജ് എൻ്റെ മൈൻഡിൽ വരുന്നുണ്ടാകും. അതിനനുസരിച്ചാണ് ഞാൻ പ്രതികരിക്കാൻ തുടങ്ങുന്നത്. പേടിയാണ് ഞാൻ ഇംപ്രിന്റ് ചെയ്തിട്ടുള്ളത്. ഒരു ഇമോഷൻ, വികാരം ഭയമായിരുന്നുവെങ്കിൽ നായയുടെ കുര കേൾക്കുന്ന സമയത്ത് എന്നിൽ ഭയം ഉളവാകുന്നുണ്ടാകും. എന്നാൽ വ്യത്യസ്ത സാഹചര്യത്തിൽ വളർന്നിട്ടുള്ള ഒരു വ്യക്തി, വീട്ടിൽ ഒരു നായയെ വളർത്തുന്ന ഒരു കുഞ്ഞ്, ആ നായയെ സ്നേഹത്തോടുകൂടി അല്ലെങ്കിൽ ഇഷ്ടത്തോടു കൂടിയാണ് ആ നായയുമായിട്ട് പെരുമാറുന്നത്, കുടുംബാംഗങ്ങൾ പെരുമാറുന്നതെങ്കിൽ ആ കുഞ്ഞിന്റെ മനസ്സിൽ നായ എന്നുള്ളത് ഒരു ഭയമായിരിക്കില്ല, ഒരു ഇഷ്ടമായിരിക്കും. ഇമോഷൻസ്, ഒരു ഇഷ്ടത്തിന്റെ, ഒരു സ്നേഹത്തിന്റെ ഇമോഷൻസ് ആയിരിക്കും ബ്രെയിനിൽ ഇംപ്രിന്റ് ചെയ്തിട്ടുള്ളത്. ഒരേ ജീവിയാണ് ഡോഗ്, നായ എന്ന് പറയുന്ന ഒരേ ജീവിയാണ്. പക്ഷെ വ്യത്യസ്തമായ രീതിയിലാണ് വ്യത്യസ്തമായ ആളുകളുടെ ബ്രെയിനിൽ അത് രൂപപ്പെട്ടിട്ടുള്ളത്. അതിനനുസരിച്ചിട്ടുള്ള ന്യൂറോ കെമിക്കൽ റിയാക്ഷൻസ് ആണ് ഓരോരുത്തരിൽ നിന്നും ഉണ്ടാകുന്നത്. ഞാനിത് പറയാൻ കാരണം, വ്യത്യസ്തമായ ആളുകളുമായിട്ടാണ്, വ്യത്യസ്തമായ ഇംപ്രിന്റുകളുള്ള, വ്യത്യസ്തമായ ഇമേജുകളുള്ള, ഓരോ സാഹചര്യത്തെയും വ്യത്യസ്തമായിട്ട് കാണുന്ന ആളുകളെയാണ് നാം ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. ഈ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെയാണ് ഓരോ സാഹചര്യങ്ങളിലും നമ്മുടെ ഇമോഷൻസും നമ്മുടെ 5 സെൻസിലൂടെ നമ്മൾ ഗ്രഹിക്കുന്ന ആ കാര്യവും നമുക്ക് അതിനു വേണ്ടി ഒരു മെമ്മറി രൂപപ്പെടുന്നു. ആ മെമ്മറി വെച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളെ നമ്മൾ അളക്കുന്നത്, ബാക്കി കാര്യങ്ങളിൽ നമ്മൾ പ്രതികരിക്കുന്നത്. ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രതികരിക്കുന്നത് ആ പഴയ മെമ്മറിയുടെ ഒരു ഇൻഫ്ലുവൻസിലാണ്. അപ്പോ നമ്മുടെ ഇൻഫ്ലുവൻസ് പോസിറ്റീവായിട്ട് നമുക്ക് വളർച്ചയുള്ള രീതിയിലേക്ക് ഇംപ്രിന്റ് ചെയ്യപ്പെടാതിരുന്നു കഴിഞ്ഞാൽ പല സാഹചര്യങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടേക്കാം. പല സാഹചര്യങ്ങളിലും നമുക്ക് നമ്മുടെ സ്വഭാവ സവിശേഷതകൾ കാരണം ആളുകളെ നഷ്ടപ്പെട്ടേക്കാം, ടീമിനെ നഷ്ടപ്പെട്ടേക്കാം, ടീമിനെ അട്രാക്ട് ചെയ്യാൻ സാധിക്കാതെ പോയേക്കാം. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അവിടെയാണ് ലേണിംഗ് സിസ്റ്റത്തിന്റെ, അവിടെയാണ് നമുക്ക് ഓരോ ദിവസവും കിട്ടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിങ്ങിന്റെ ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് തന്നെ ഓരോ ഘട്ടങ്ങളിലും അതിനനുസരിച്ചിട്ടുള്ള അറിവുകൾ നേടിയെടുക്കേണ്ടതും നമുക്ക് ആവശ്യമുള്ള ഇമേജുകൾ നമ്മുടെ ബ്രെയിനിൽ കൊണ്ടുവരേണ്ടതും വളരെ അത്യാവശ്യമാണ്. അപ്പൊ ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ഈ ഒരു ഇമേജിനെ നമ്മൾ സൈക്കോളജിയിൽ ആർക്കിടൈപ്പ് എന്ന് പറയും. ഓരോരുത്തർക്കും പ്രത്യേകതരം ആർക്കിടൈപ്പുകളായിരിക്കും ഉണ്ടായിരിക്കുക. ഈ ആർക്കിടൈപ്പിനെ നമുക്ക് അനുകൂലമാക്കാൻ നമുക്ക് കഴിയാതിരുന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ വിജയത്തെ അപകടത്തിലാക്കും. വിജയിക്കാൻ സാധിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റിയെ രൂപപ്പെടുത്തിയെടുക്കണം. എങ്ങനെയുള്ള പേഴ്സണാലിറ്റിയെ? സ്വയം ദിവസവും വളർന്നുകൊണ്ടിരിക്കുന്ന, ആളുകളെ വളർത്താൻ കഴിയുന്ന, ആളുകൾക്ക് വേണ്ടുന്ന നർച്ചറിങ് കൊടുക്കാൻ കഴിയുന്ന, വലിയൊരു ടീമിനെ പ്രൊഡക്റ്റീവാക്കി മാറ്റാൻ കഴിയുന്ന, ഏത് സാഹചര്യത്തെയും ധൈര്യപൂർവം നേരിടാൻ കഴിയുന്ന വ്യക്തിത്വങ്ങളായിട്ട് സ്വയം വളരുകയും മറ്റുള്ളവരെ വളർത്താൻ കഴിയുന്ന രീതിയിലുള്ള വളർച്ചയും നമ്മളിൽ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ഈ ഇൻഡസ്ട്രി, നമുക്ക് MI ലൈഫ് സ്റ്റൈൽ എന്നുള്ള കമ്പനി നമ്മുടെ മുന്നിലോട്ട് വെച്ചിട്ടുള്ള ഈ വലിയ രീതിയിലുള്ള ക്യാഷ് ഫ്ലോ,
നമുക്ക് അനുഭവിക്കാൻ കഴിയണമെന്നില്ല. അതുകൊണ്ട് തന്നെ കമ്പനി പ്രത്യേകിച്ച് പറയുന്നുണ്ട്, നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിന് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾ ഓരോ ദിവസവും അതിനു വേണ്ടിയുള്ള അറിവുകൾ നേടിക്കൊണ്ടിരിക്കണം, അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമ്മളൊരു ലീഡർഷിപ്പിലേക്ക് വളർന്നു വരികയും നമുക്ക് പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ടീമിനെ ഉണ്ടാക്കിയെടുക്കുവാനും വേണ്ടി സാധിക്കുക. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ എനർജിയാണ് നമ്മുടെ ബിസിനസ്, നമ്മുടെ വിൽ പവർ ആണ് നമ്മുടെ ബിസിനസ്, നമ്മുടെ മോട്ടിവേഷൻ ആണ് നമ്മുടെ ബിസിനസ്, നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ ബിസിനസ്, നമ്മുടെ തീരുമാനമാണ് നമ്മളുടെ ഭാവി നിശ്ചയിക്കുന്നത്. അപ്പൊ സ്വയം വളരുക, അതോടുകൂടി തന്റെ ബിസിനസ്സും വളരുന്നുണ്ടാകും. ആറ്റിറ്റ്യൂഡ് വളർത്തിയെടുക്കുക, പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് വളർത്തിയെടുക്കുക. അപ്പൊ നമ്മളിലുള്ള എനർജിയുടെ റിഫ്ലക്ഷൻ ആണ് യഥാർത്ഥത്തിൽ നമ്മുടെ ബിസിനസ്, നമ്മുടെ ടീം. നമ്മളിലുള്ള എനർജിയാണ്, ആ എനർജിയിൽ വരുന്ന റിഫ്ലക്ഷൻ ആണ് യഥാർത്ഥത്തിൽ നമ്മുടെ ബിസിനസിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്. എങ്ങനെയാണ് അത് രൂപപ്പെടുന്നത്? നിങ്ങൾക്കറിയാം, മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു മാസ് എനർജിയാണ്. വലിയ രീതിയിൽ ഓരോ സെല്ലുകളിലും ഇലക്ട്രിസിറ്റി ഉണ്ട്, ഓരോ സെല്ലുകളിലും ഇലക്ട്രിസിറ്റി ഉണ്ട്. ഓരോ ചിന്തകളും ഇലക്ട്രിസിറ്റിയാണ്, ഫ്രീക്വൻസിയാണ്. അപ്പൊ നമ്മളുടെ ഫ്രീക്വൻസി, നമ്മളുടെ ചിന്തകൾക്കനുസൃതമായിട്ട് നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന ഫ്രീക്വൻസി, നമ്മുടെ ബ്രെയിൻ വേവ്, അത് രൂപപ്പെടുന്ന സാഹചര്യം ഞാൻ പറഞ്ഞു. ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ബ്രെയിനിൽ മെമ്മറീസ് രൂപപ്പെടുന്നുണ്ടാകും. ആ മെമ്മറി നെഗറ്റീവ് ആണോ അത് പ്രശ്നമാണ്. അതിനനുസരിച്ച് അദ്ദേഹത്തിന് ചിന്തിക്കാനും അദ്ദേഹത്തിന് വളരാനും കഴിയുകയുള്ളൂ. ആ ഇംപ്രിന്റ് പോസിറ്റീവ് ആണോ അതിനനുസരിച്ചാണ് അദ്ദേഹത്തിന് വളരാനും അദ്ദേഹത്തിന് വികസിക്കാനും കഴിയുകയുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഇത്രയും കാലം ജീവിച്ചിട്ടുള്ള ഒരു ജീവിതാനുഭവമാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മളുടെ എല്ലാവിധ സാഹചര്യങ്ങളും. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് MI ലൈഫ് സ്റ്റൈലിൽ നമ്മൾ സൈനപ്പ് ചെയ്തതോടുകൂടി, സക്സസ്ഫുള്ളി ഗ്ലോബൽ എന്ന ഓർഗനൈസേഷനിൽ നമ്മൾ വന്നതോടുകൂടി, നമ്മുടെ ഓരോ ടീമുകളിലും നമ്മൾ വന്നതോടുകൂടി നാം ചേഞ്ച് ആകാൻ തീരുമാനമെടുക്കണം. ഞാനും നിങ്ങളും മാറാൻ തീരുമാനമെടുക്കണം. മാറ്റം തുടങ്ങുന്നത് തീരുമാനത്തിൽ നിന്നാണ്, തീരുമാനത്തിന് ശേഷം പഠനത്തിൽ നിന്നാണ്, പഠനത്തിന് ശേഷം പ്രാക്ടീസിൽ നിന്നാണ്. ഇങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള ചിന്താഗതി എന്താണ്, അത് ഓരോ സമയങ്ങളിലും നമ്മുടെ ലീഡേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ടാകും, നമ്മുടെ സിസ്റ്റം നമ്മെ പഠിപ്പിക്കുന്നുണ്ടാകും. എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്, ഒരു പ്രശ്നത്തിന് എങ്ങനെയാണ് സൊല്യൂഷൻ കാണേണ്ടത്, ഇങ്ങനെയുള്ള ഒരു ലീഡർഷിപ്പ് നിലവിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത്. കാര്യം ഓരോരുത്തരുടെയും ചിന്ത എന്ന് പറയുന്നത് തന്നെ ഒരു ഇലക്ട്രിക്കൽ വേവ് ആണ്, ഒരു കറണ്ടാണ്. ദെൻ ഓരോരുത്തരുടെ ഇമോഷൻസ് എന്ന് പറയുന്നത്, വികാരം എന്ന് പറയുന്നത് ഒരാളുടെ മാഗ്നറ്റിക് പവറാണ്. അപ്പോ ഇലക്ട്രോ മാഗ്നറ്റിക് പവറാണ് ഒരു മനുഷ്യന്റെ ആകത്തുക എന്ന് പറയുന്നത്. ആ ഇലക്ട്രോ മാഗ്നറ്റിക് പവറിന് എത്രത്തോളം അട്രാക്ഷൻ ഉണ്ടോ അതാണ് ഒരാളുടെ വിജയത്തെ തീരുമാനിക്കുന്നത്. എത്രത്തോളം അട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ. ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് പവർ ഒരു സ്ഥലത്ത് രൂപപ്പെട്ടാൽ നിങ്ങൾ ആലോചിക്കണം, ഒരു മാഗ്നറ്റിന്റെ പവർ എന്താണ്. ഒരു മാഗ്നറ്റിന്റെ പവർ കുറവാണെങ്കിൽ അതിന് തൊട്ടടുത്തുള്ള ചെറിയ കാര്യങ്ങളെ അദ്ദേഹത്തിന് അട്രാക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി നല്ല പവർ ഉണ്ടെങ്കിലോ, പവർ കൂടുതലാണെങ്കിലോ കുറച്ച് അകലെയുള്ള സാധനങ്ങളെ അട്രാക്ട് ചെയ്യാൻ അതിന് സാധിക്കും. അപ്പോ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഒരു മനുഷ്യനുണ്ട്, ഒരു മനുഷ്യന് ചുറ്റുമുണ്ട്. അത് നെഗറ്റീവാണോ പോസിറ്റീവാണോ, അത് പവർ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ തീരുമാനിക്കുന്നത് അദ്ദേഹത്തിന്റെ ചിന്തകളാണ്. ചിന്തകൾ രൂപപ്പെടുന്നത് അദ്ദേഹത്തിന്റെ 5 സെൻസിലൂടെ അദ്ദേഹം
ആർജിച്ചെടുക്കുന്ന കാര്യങ്ങളാണ്. അത് മെമ്മറികളായിട്ട് രൂപപ്പെടുന്നു. ഈ മെമ്മറികളിലൂടെയാണ് അദ്ദേഹം തീരുമാനങ്ങൾ എടുക്കുന്നത്. ഞാൻ ചുരുക്കി പറയുന്നത്, നമുക്ക് ആവശ്യമുള്ള മെമ്മറികൾ, നമുക്ക് ആവശ്യമുള്ള ഇമേജുകൾ നമ്മുടെ ബ്രെയിനിൽ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് വലിയ വിജയമുണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് പഠനം ആവശ്യമാണ്. അതിന് ഇത്തരത്തിലുള്ള ഹൈ ഫ്ലയേഴ്സ് മീറ്റുകൾ ആവശ്യമാണ്. ടീമിന്റെ ട്രെയിനിങ്ങുകൾ ആവശ്യമാണ്. ഇപ്പൊ നമ്മളിൽ മിക്കപേരും RTP കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്, റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാം കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ഓരോരുത്തരും മാറാൻ, പോസിറ്റീവായിട്ട് മാറാൻ, ഗ്രോത്തിലേക്ക് വരാൻ ശ്രമിക്കുന്നതോടുകൂടി നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഓരോരുത്തരെയും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് മിങ്കിൾ ചെയ്യണം, കണക്ട് ചെയ്യണം. ഇങ്ങനെ കണക്ട് ചെയ്ത് വലിയ തരത്തിലുള്ള ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഒരു ടീമിനുണ്ടാകുമ്പോൾ വലിയൊരു സക്സസ് ആ ടീം കൊണ്ടുവരുന്നുണ്ടാകും, ആ ആളുകൾ കൊണ്ടുവരുന്നുണ്ടാകും. അതിന് ആളുകൾക്ക് ഓരോ ദിവസവും അതിനനുസരിച്ചിട്ടുള്ള സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടണം. അതിന് ഉതകുന്ന രീതിയിലുള്ള റീഡിംഗ് നമുക്കുണ്ടായിരിക്കണം. അതിന് ഉതകുന്ന രീതിയിലുള്ള വീഡിയോ, ഓഡിയോ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അതിന് ഉതകുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഓരോ പ്രോഗ്രാമുകളും അറ്റൻഡ് ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള വലിയ സക്സസിന്റെ ഇമേജ് നമ്മുടെ ബ്രെയിനിൽ ഇംപ്രിന്റ് ചെയ്യുക. അതിനനുസരിച്ചാണ് ഒരാൾക്ക് ചിന്ത പിന്നീട് പുറപ്പെടുന്നത്. അപ്പൊ ഓരോ പ്രോഗ്രാമുകൾക്കും അത്രയും പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കണം. മനുഷ്യന്റെ ബ്രെയിന് എന്നും നമുക്ക് ഇവോൾവ് ചെയ്യാൻ പറ്റിയ, ഏത് തരത്തിലേക്കും മാറ്റാൻ പറ്റിയിട്ടുള്ള ഒരു ഉപകരണമാണ്. ആ ഉപകരണത്തെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിച്ചാൽ നമുക്കും വിജയിക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഒരാൾക്ക് എങ്ങനെയാണ് ഒരു ഡിസിഷൻ എടുത്ത് അദ്ദേഹത്തിന്റെ 5 സെൻസിലൂടെ അദ്ദേഹം നേടിയെടുത്തിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് മാത്രമേ അദ്ദേഹത്തിന് എന്തെങ്കിലും തീരുമാനം എടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ആ തീരുമാനത്തിന്റെ ഇത്രയും കാലമുള്ള നമ്മുടെ 5 സെൻസിലൂടെ നമ്മൾ ആർജിച്ചെടുത്തിട്ടുള്ള ഒരു നിലവാരത്തിലാണ് ഇന്ന് ഓരോരുത്തരുടെയും ജീവിതാനുഭവങ്ങൾ. ഇനി അത് വലിയ രീതിയിലുള്ള ഒരു സക്സസിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ സക്സസിന്റെ ഇമേജ് നമ്മളിൽ ഇംപ്രിന്റ് ചെയ്യണം. അത് 5 സെൻസിലൂടെ നമുക്ക് ആർജിച്ചെടുക്കാൻ സാധിക്കണം. അതിനു വേണ്ടിയാണ് നമ്മുടെ സിസ്റ്റത്തിൽ, ലേണിംഗ് സിസ്റ്റത്തിൽ നമ്മളോട് പറയുന്നത്, അതിനനുസരിച്ചിട്ടുള്ള ബുക്കുകൾ വായിക്കൂ, അതിനനുസരിച്ചിട്ടുള്ള പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യൂ, അതിനനുസരിച്ചിട്ടുള്ള ഓഡിയോ വീഡിയോ കേൾക്കൂ, അതിനാവശ്യമായിട്ടുള്ള പ്രോഡക്റ്റുകൾ ഉപയോഗിക്കൂ, വിൽക്കൂ, അതിനാവശ്യമുള്ള ലീഡറുമായിട്ട് നിങ്ങൾ കൗൺസിലിങ്ങിന് ഇരിക്കൂ എന്നെല്ലാം നമ്മുടെ സിസ്റ്റം നമ്മളോട് പറയുന്നത് നമ്മുടെ വിജയത്തിന് വേണ്ടിയാണ്, നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പിന് വേണ്ടിയാണ്, നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയാണ്. അപ്പൊ ആ ഗ്രോത്ത് നമ്മളിൽ ഓരോരുത്തരിലും നിരന്തരമായിട്ട് സംഭവിച്ചു കൊണ്ടിരിക്കണം. ഓരോ ദിവസവും ഗ്രോത്ത് ഉണ്ടായിരിക്കണം, ഓരോ ദിവസവും വളർച്ച ഉണ്ടായിരിക്കണം. എന്താണ് ഒരാളുടെ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിന്റെ സാഹചര്യങ്ങളാൽ അദ്ദേഹത്തിന്റെ ബ്രെയിനിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഇമേജുകളാണ്, മെമ്മറികളാണ്. ആ മെമ്മറികൾ നിലവിൽ നമുക്ക് അനുകൂലമല്ലെങ്കിൽ അതിനെ മാറ്റിയേ മതിയാകൂ, അതിനെ ഡെലീറ്റ് ചെയ്തേ മതിയാകൂ. ഇപ്പൊ നമുക്ക് ഇൻകം കുറവാണോ, നമ്മുടെ മെമ്മറിയിൽ എവിടെയോ പ്രശ്നമുണ്ട്, നമ്മുടെ ഇമേജിൽ എവിടെയോ പ്രശ്നമുണ്ട്. നമുക്ക് ടീം കുറവാണോ, നമുക്ക് വേണ്ട രീതിയിൽ വളരാൻ പറ്റുന്നില്ലേ, ബ്രെയിനിൽ എവിടെയോ കറക്ഷൻ വരുത്തേണ്ടിയിരിക്കുന്നു. ആ കറക്ഷൻ എത്രയും പെട്ടെന്ന് ആർക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നു, അതിനനുസരിച്ച് അദ്ദേഹത്തിന് വളരാൻ സാധിക്കുന്നുണ്ടാകും. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ എന്ന് പറയുന്നത്, നമ്മൾ എന്ന് പറയുന്നത്, നമ്മുടെ എനർജിയാണ് നമ്മുടെ ബിസിനസ്. യുവർ എനർജി ഈസ് യുവർ ബിസിനസ്.
യുവർ വിൽ പവർ ഈസ് യുവർ ബിസിനസ്, യുവർ മോട്ടിവേഷൻ ഈസ് യുവർ ബിസിനസ്. എല്ലാം നമ്മളിലാണ് തുടങ്ങുന്നത്, ഓരോരുത്തരിലുമാണ് തുടങ്ങുന്നത്. അത് അപ്ലൈനിലോ ഡൗൺലൈനിലോ ആശ്രയിച്ചിട്ടല്ല എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതിനനുസരിച്ച് മാറാൻ തയ്യാറാകണം, അതിനനുസരിച്ച് പഠിക്കാൻ തയ്യാറാകണം, അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാകണം. അവിടെയാണ് നമ്മുടെ വിൽ പവർ, നമ്മുടെ വിസ്ഡം പവർ, നമ്മുടെ ആക്ഷൻ പവർ, നമ്മുടെ വർക്കിംഗ് പവർ ഇതെല്ലാം ഡെവലപ്പ് ചെയ്യേണ്ടി വരുന്നത്. ഓരോ കാര്യങ്ങളിലും ഓരോ സമയങ്ങളിൽ ഓരോ സന്ദർഭങ്ങളിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും പ്രവർത്തിക്കാനും ഉണ്ട്. അതല്ല നിലവിൽ ഞാൻ എല്ലാം തികഞ്ഞവനാണ്, എനിക്കെല്ലാം അറിയാം, ഇനി ഒന്നും എനിക്ക് പഠിക്കാനില്ല, ഞാനങ്ങ് ചെയ്യട്ടെ എന്ന് തീരുമാനിച്ച് ഫീൽഡിൽ അങ്ങ് ഇറങ്ങി നമ്മളങ്ങ് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിലവിൽ നമ്മുടെ എനർജി എന്താണോ, നിലവിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണോ, നിലവിൽ നമ്മുടെ വിൽ പവർ എന്താണോ, അതിനനുസരിച്ചിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാകും. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരണമെന്ന് താല്പര്യമുണ്ടോ, നിങ്ങൾ ലേണിംഗ് സിസ്റ്റവുമായി കണക്ട് ചെയ്തേ മതിയാകും. ആ ലേണിംഗ് സിസ്റ്റം നമുക്ക് നിരന്തരമായ കോച്ചിങ്ങും ടീച്ചിങ്ങും എല്ലാം തന്നുകൊണ്ട് നമ്മെ വളർത്തിയെടുക്കുന്നുണ്ടാകും. ആ സിസ്റ്റത്തിൽ പറഞ്ഞ 5 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അവിടെയാണ് നമ്മൾ പോസിറ്റീവായിട്ടുള്ള നമുക്ക് വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ബുക്കുകൾ വായിക്കണം എന്ന് പറയുന്നതിന്റെ അർത്ഥം. അതൊരിക്കലും നെഗ്ലക്റ്റ് ചെയ്യരുത്. അവിടെയാണ് നമുക്ക് വളർച്ചയ്ക്ക് ആവശ്യമായ ഓഡിയോ വീഡിയോകൾ കേൾക്കണം, മനസ്സിലാക്കണം എന്ന് പറയുന്നത്. അവിടെയാണ് വലിയ വലിയ പ്രോഗ്രാമുകളും ചെറിയ ചെറിയ പ്രോഗ്രാമുകളും പങ്കെടുക്കണം എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മുടെ ബ്രെയിൻ സക്സസിന് വേണ്ടി രൂപപ്പെടുന്നത്, രൂപാന്തരം പ്രാപിക്കുന്നത്. അവിടെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ, നമുക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡ് ലൈൻ, നമുക്ക് ആവശ്യമായിട്ടുള്ള അഡ്വൈസ് തരാൻ ഉതകുന്ന ലീഡേഴ്സുമായിട്ട് കണക്ട് ചെയ്യണം എന്ന് പറയുന്നത്. അങ്ങനെ ഒരാൾ തീരുമാനമെടുത്താൽ, അങ്ങനെ ഒരാൾ നിരന്തരമായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ എത്ര വലിയ ഗോളും എത്ര വലിയ ഡ്രീമും നേടിയെടുക്കുവാൻ വേണ്ടി സാധിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. അതല്ലാതെ ഞാൻ ഇങ്ങനെയൊക്കെയാണ്, എനിക്ക് ഓൾറെഡി എല്ലാം അറിയാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് പോകുന്നതിൽ ഒരു കുഴപ്പവുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ വിജയിച്ചില്ലെങ്കിൽ ആരെയും കുറ്റം പറയാൻ ശ്രമിക്കരുത്. വരുമാനം വരുന്നില്ലെങ്കിൽ അത് ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി നമുക്ക് കഴിയരുത്. കാര്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത് നമ്മുടെ എനർജിയാണ് നമ്മുടെ ബിസിനസ്, നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ ബിസിനസ്, നമ്മുടെ വിൽ പവർ ആണ് നമ്മുടെ ബിസിനസ്, നമ്മുടെ വിസ്ഡം പവർ ആണ് നമ്മുടെ ബിസിനസ്, നമ്മളുടെ വർക്കിംഗ് പവർ ആണ് നമ്മുടെ ബിസിനസ്. അതുകൊണ്ട് ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ളത് എവിടെയുണ്ടോ അവിടെ എത്തണം. അവിടെ നമ്മളൊരു ബുക്കും പേനയുമായിട്ട് നമ്മുടെ ബ്രെയിൻ സെറ്റാക്കിക്കൊണ്ടിരിക്കണം. എന്നിട്ടത് പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. ആ ശ്രമമാണ് യഥാർത്ഥത്തിൽ നമ്മെ ഒരു ITC ആക്കുന്നത്, നമ്മെ ഒരു ഡയമണ്ട് ആക്കുന്നത്, നമ്മെ വലിയ രീതിയിലുള്ള ക്രൗൺ അംബാസഡർ വരെ എത്തിക്കുന്നത്. നമ്മുടെ പഠനമാണ്, നമ്മുടെ വളർച്ചയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എന്നെ ഈ ബിസിനസ്സുമായി സഹായിക്കുന്ന ഒത്തിരി ലീഡേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി ഞാൻ കണക്ട് ആയിരിക്കുന്ന അൽതാഫ് സാർ, അദ്ദേഹത്തിന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ, അതിലൂടെയാണ് ഞാൻ വളർന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവിധ നന്ദിയും കടപ്പാടും അദ്ദേഹത്തിനോടും അദ്ദേഹത്തിന്റെ എല്ലാവിധ സഹായങ്ങൾക്കും നന്ദി അറിയിക്കുകയാണ്. അതേപോലെ ഒത്തിരി ആളുകളുണ്ട്. സക്സസ് ഫ്രീ ഗ്ലോബൽ എന്ന ഓർഗനൈസേഷൻ, മനോജ് സാറ് മുതൽ അല്ലെങ്കിൽ നമ്മുടെ മുബീൻ സാറ് മുതൽ ധാരാളം ആളുകൾ നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കെല്ലാവർക്കും എല്ലാവിധ വിജയങ്ങളും നേർന്നുകൊണ്ട് എന്റെ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ധാരാളം ലീഡേഴ്സ് ഉണ്ട്, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ലവ് ലൈൻ ലീഡേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ലാസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് മെസ്സേജ്, ലേണിംഗ് സിസ്റ്റവുമായി കണക്ട് ചെയ്യുക, ലേണിംഗ് സിസ്റ്റവുമായി കണക്ട് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. ഓവർ ടു MC.
വിജയങ്ങളുടെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഇത് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വിഷിംഗ് ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഗോഡ്